എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തൈരുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോ റെസിപ്പിയിലും ഓരോ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഇഞ്ചി, ഉള്ളി ഇതൊന്നും ചേർത്തിട്ടില്ല. അത് ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉഴുന്ന്, ഞാനിവിടെ ഈ സ്റ്റാൻഡേർഡ് കപ്പിന് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ 4 മണിക്കൂർ ഇട്ട് കുതിർത്ത് എടുത്ത് വച്ചിരിക്കുകയാണ്. നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് എത്ര വെള്ളം കുറച്ചെടുക്കാമോ അത്രയും വെള്ളം കുറച്ച് ഇത് ഒന്ന് അരച്ചെടുക്കുക. 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എത്ര തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. വെള്ളം അല്പം കുറച്ചായിട്ട് ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നാലേ അതിനകത്ത് എയറൊക്കെ കയറിയിട്ട് ഇത് നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു വട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അടിച്ചടിച്ച് ഒന്ന് കുഴച്ച് വയ്ക്കുക, മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നാലേ നല്ല പതഞ്ഞ് വരുള്ളൂ ഉഴുന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചൂടായില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ എണ്ണ ഒരുപാട് വലിച്ചെടുക്കും. അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മൾ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇതിപ്പോൾ ഞാൻ വടയുടെ ഷേപ്പിലൊന്നും അല്ല എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്രയാണോ കൊള്ളുന്നത് അത്രയും ഇട്ട് കൊടുക്കാം. കാരണം ഇത് കട്ടി ആയതുകൊണ്ട് കുറച്ച് ഷേപ്പൊന്നും അത്രയ്ക്കൊന്നും വരില്ല. അപ്പോൾ ഇതിപ്പം വടയുടെ ഷേപ്പിൽ വേണം എന്നുണ്ടെങ്കിൽ വടയുടെ ഷേപ്പിൽ എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസിൻ്റെ രൂപത്തിലാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നമ്മുടെ കയ്യിൽ കൊള്ളുന്നത് അത്രയും ചെറിയ ഒരു ബോൾസ് രൂപത്തിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്കിതിൽ പേപ്പർ ടവലിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും 1 കപ്പ് ഉഴുന്ന് വെച്ചിട്ട് ഏകദേശം ഒരു 20-25 ബോൾസ് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് കുതിരാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കണം. അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള മോരിലിട്ട് വെച്ചാലും മതി, ഏതിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. ഇനി നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഉടച്ച് വയ്ക്കാം. ഇനി തൈരിലേക്ക് കുറച്ച് കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം, ജീരകം ഇട്ട് കൊടുക്കാം. എല്ലാം ഒരല്പം മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടെന്ന് നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊരല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഒരല്പം ബ്ലാക്ക് സോൾട്ട് അത് കൂടി ഇട്ടാൽ കുറച്ചൊരു ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്ലാക്ക് സോൾട്ടിൻ്റെ ഒരു രുചിയും കൂടെ, പിന്നെ ഒരു അല്പം പഞ്ചസാര, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന വട എന്തായി നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട്, ഇത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു ട്രെയിൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ കേർഡ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ തൈരിൻ്റെ കട്ടിയും പുളിയും ഒക്കെ നമ്മളെ ടേസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല പുളിയുള്ള തൈര് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കട്ടിയും അതുപോലെ തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ്, ഇന്നലെ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇനി കുറച്ച് സ്വീറ്റ് ചട്നി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ തൈരുവട ഉണ്ടാക്കാനായിട്ട്. ഇതെല്ലാം തൈരുവടയിൽ ഇട്ടാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക, ഈ ചട്നിയൊക്കെ. പിന്നെ കുറച്ച് മല്ലിയില അത് ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ വരും, നല്ലൊരു അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് പോമഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇഞ്ചിയും ഉള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. തൈരുവട നല്ല സ്വാദിഷ്ടമായ ആരോഗ്യപരമായ ഒരു
ഫുഡാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ ഇനി അടുത്തിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൺ. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.